ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര.
യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വേദപുസ്തകത്തിൽ യെഹെസ്കേൽ പ്രവചനത്തിൽ 60 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു വാക്യമുണ്ട്. ദൈവത്തെ അറിയുന്ന ജനം, ദൈവത്തെ അറിയുന്ന ജനം. 60 പ്രാവശ്യം പ്രവാചകനായ യെഹെസ്കേൽ എഴുതി ദൈവത്തെ അറിയുന്ന ജനമുണ്ടാകുമെന്ന്. പ്രിയപ്പെട്ടവരെ, നാനാ സഭകളിൽപ്പെട്ട എന്നാൽ ഒരു ന്യൂനപക്ഷമുണ്ടാകും. അതാണ് വിശ്വാസം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കാഴ്ചപ്പാട്. ആ വിശ്വാസമാണ് ഈ ഫെലോഷിപ്പിന് നടത്തുന്നത്. ദൈവത്തെ അറിയുന്ന ഒരു ജനമുണ്ടാകുക, ദൈവം ആരാണെന്നറിയുന്ന ഒരു ജനമുണ്ടാകുക, കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുന്ന ഒരു ജനം, കർത്താവായ യേശു അനുഭവിച്ച വേദനയും അവൻ അനുഭവിക്കുന്ന സന്തോഷവും അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹവും അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ജനമുണ്ടാവുക. പ്രിയപ്പെട്ടവരെ, അതാണ് ഈ തലമുറയിൽ ക്രൈസ്തവർ ചെയ്യേണ്ടതായ കാര്യം. ദൈവത്തെ അറിയുന്നവരായി തീരുക, യേശുക്രിസ്തുവിനെ അറിയുന്ന ഒരു ജനമുണ്ടാവുക, കർത്താവിൻ്റെ വേദന അറിയുന്ന ഒരു ജനം, കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷമെന്തെന്നറിയുന്ന ഒരു ജനം, കർത്താവ് എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത് എന്ന് അറിയുന്ന ഒരു ജനം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയുന്ന ഒരു ജനം, അവർ മാത്രമേ ഉറച്ചു നിന്ന് അവസാനത്തോളം ഒരു ശരിയായ ക്രൈസ്തവ ജീവിതം നയിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 10-ാം നൂറ്റാണ്ടിലും 12-13 നൂറ്റാണ്ടിലും മധ്യാഹ്ന കാലത്ത് മനുഷ്യനെ വിളിച്ചിരുന്നത് ഭൂമിയിലെ യാത്രക്കാരെന്നാണ് വിളിച്ചിരുന്നത്. ആ കാലത്ത് തന്നെ, ഇന്നേക്ക് ഏതാണ്ട് ഒരു 1000 കൊല്ലം മുമ്പ് മനുഷ്യരെ അന്യോന്യം കണ്ടിരുന്നതും വിളിച്ചിരുന്നതും ഭൂമിയിലെ യാത്രക്കാരെന്നാണ് അവരെ വിളിച്ചിരുന്നത്. നമ്മുടെയൊക്കെ ഓർമ്മയിൽ, ഇവിടെ ഇരിക്കുന്ന പ്രായമായവരുടെ ഓർമ്മയിൽ, ക്രിസ്ത്യാനികളായി തീരുന്നവരെ മാർഗവാസികളെന്നാണ് വിളിച്ചിരുന്നത്. ഒരുവന് ക്രിസ്ത്യാനിയാകുമ്പോൾ അവനെ വിളിക്കുന്നത് മാർഗവാസി എന്നാണ് വിളിക്കുന്നത്. പുതിയ മാർഗത്തിൽ നടക്കാൻ തീരുമാനിച്ചവനെന്ന അർത്ഥം. പുതിയ വഴിയിൽ നടക്കാൻ തീരുമാനിച്ചവൻ, അതാണ് ക്രൈസ്തവൻ്റെ ശരിയായ പേര്. പുതിയ വഴിയിൽ നടക്കാൻ തീരുമാനിച്ചവൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഈ യാത്രക്കാരാണ്. ആ സത്യമാണ് നാം എപ്പോഴും ഉൾക്കൊള്ളേണ്ടത്. സുവിശേഷത്തിൻ്റെ ആരംഭകാലത്ത് റോമാ പൗരനെന്ന് പറയുന്നത് ഈ ഭൂമിയിലെ അഹങ്കാരത്തിൻ്റെ അവസാന വാക്കായിരുന്നു. ഈ ഭൂമിയിൽ വെച്ച് ഒരു മനുഷ്യന് നേടിയെടുക്കാവുന്ന ഏറ്റവും വലിയൊരു പദവി ഏതാണെന്ന് ചോദിച്ചാൽ റോമാ പൗരനാകുക എന്നുള്ളതായിരുന്നു. നിങ്ങൾ വേദപുസ്തകം വായിച്ചാൽ കാണാം, അനേകർ വില കൊടുത്തത് മേടിച്ചു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ ജന്മനാ തന്നെ റോമാ പൗരനാണെന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ പൗലോസ് അപ്പോസ്തലൻ തന്നെ പിന്നീട് അത് തിരുത്തി പറഞ്ഞു. താൻ റോമാ പൗരനാണെന്ന് പറഞ്ഞ അപ്പോസ്തലൻ പിൽക്കാലത്ത് എഴുതി, ആ റോമാ പൗരൻ ഈ ഭൂമിയിലെ വലിയൊരു സ്ഥാനം അലങ്കരിക്കുന്ന വലിയൊരു രാജ്യത്തിലെ പൗരനാണെന്നുള്ളതായ ആ സ്ഥാനം, അതിനേക്കാൾ വലിയൊരു പദവി അദ്ദേഹത്തിന് ലഭിച്ചു. അതാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, തൻ്റെ ആ റോമാ പൗരൻ എന്നുള്ള പേരിന് പകരം താൻ വേറൊരു പൗരത്വം ഉണ്ടായി എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ച് കേൾക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഞാൻ റോമാ പൗരൻ എന്നുള്ളത് മാറ്റി ഞാൻ സ്വർഗത്തിലെത്തുന്ന പൗരനാണ്, സ്വർഗത്തിലെ പൗരനാണ്. ഈ ഭൂമിയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്, എന്നാൽ ഞാൻ സ്വർഗത്തിലെ പൗരനാണ്. ഇനി അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം പൗരനാണെന്ന് മാത്രമല്ല, ആ സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വീണ്ടും വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അവൻ രണ്ടാമത് വരുമ്പോൾ നമ്മുടെ ഈ താഴ്ചയുള്ള, ഈ പാപമുള്ള, ഈ മാലിന്യമുള്ള, രോഗമുള്ള, വേദനയുള്ള, സങ്കടമുള്ള ഈ ശരീരം പോലും
അവൻ രൂപാന്തരപ്പെടുത്തി നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി അവൻ രൂപാന്തരപ്പെടുത്തുമെന്ന്. ആ പൗരത്വം ഈ ഭൂമിയിലെ പൗരത്വമല്ല, അതിൽ ഉപരിയായ ഒരു സ്ഥാനമുണ്ട്. ഞാൻ സ്വർഗത്തിലെ ഒരു പൗരനാണ്. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് പോകുക തന്നെ ചെയ്യുമെന്ന്. മലയാളത്തിൽ കൊച്ചുകാലത്ത് പഠിച്ചിട്ടുള്ളതായ ഒരു പാട്ട് പഴയ വിദ്യാർത്ഥികൾ ഓർക്കുന്നുണ്ടായിരിക്കും. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയെല്ലാ വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ, നമുക്ക് പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലിനി. പ്രിയപ്പെട്ടവരെ, സമർത്ഥനായ സീസർ, അക്കാലത്ത് രാമരാജ്യം ഭരിച്ച സീസർ ചക്രവർത്തി. പ്രസിദ്ധനായ ഹോമർ, അക്കാലത്ത് ഏറ്റവും വലിയ കവിയായിരുന്ന ഹോമർ. സമത്വമുറ്റ സോളമൻ എന്ന് വെച്ചാൽ സോളമൻ, ശലോമോൻ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ. ഇവരെല്ലാം പോയി. ഇവരെല്ലാം ലോകത്തിലുണ്ടായിരുന്നു. ഇവരെല്ലാമുള്ള ലോകമുണ്ടായിരുന്നു. ഇവരെല്ലാം നമ്മളെപ്പോലെ ഭൂമിയിലൂടെ നടന്നിരുന്നു, സഞ്ചരിച്ചിരുന്നു, ഭക്ഷണം കഴിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, വീട് ഭരിച്ചിരുന്നു, ഉണ്ടിരുന്നു, ഊണ് കഴിച്ചിരുന്നു, മക്കളെ വളർത്തിയിരുന്നു. അവരവരുടേതായ തലമുറയിലെല്ലാം ജീവിച്ചിരുന്നു. അവർ ദൈവത്തെ ആരാധിച്ചിരുന്നു. അവരവരുടേതായ വേദനകളും ദുഃഖങ്ങളും പേറി ഭൂമിയിൽ ജീവിച്ചിരുന്നു. എന്നാൽ കാലത്തിൻ്റെ ഒരു സമയത്ത് അവരെല്ലാം പോയി. അവരെല്ലാം അതിന് ശേഷം കടന്നുപോയി. അതുപോലെ നമ്മളും പോകും. മാറ്റമൊന്നുമില്ലിനി, യാതൊരു ശങ്കയും വേണ്ട, അതിനൊന്നും മാറ്റമില്ല. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും പോവുക തന്നെ ചെയ്യും. ഈ വലിയ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നതാണ് വിവേകമുള്ള ജീവിതം എന്ന് പറയുന്നത്. ഞാൻ ഈ ഭൂമിയിൽ സ്ഥിരമുള്ളവനല്ല, ഞാൻ ഈ ഭൂമിയിൽ സ്ഥിരവാസമുള്ളവനല്ല. പ്രിയപ്പെട്ടവരെ, ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുക, അതാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് മോശ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമക്കളെ, ദൈവിക ജ്ഞാനമെന്ന് പറയുന്നത് ഞാനൊരു പരദേശിയാണ്, ഈ ഭൂമിയിൽ സ്ഥിരമുള്ളവനല്ല എന്നുള്ളതായ ആ സുബോധം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇന്ന് ഞാനിവിടെ ഉണ്ട്, നാളെ ഇവിടെ ഉണ്ടാകണമെന്നില്ല. ഇന്ന് ഞാനിവിടെ ഉണ്ട്, ഇന്ന് ഞാൻ വീട്ടിലുണ്ട്, നാളെ ഞാൻ വീട്ടിലുണ്ടാകണമെന്നില്ല. ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കാൻ കഴിയുന്നതാണ് ദൈവികമായ പരിജ്ഞാനമെന്ന് അക്കാലത്ത് മോശ എഴുതി വെച്ചു. പ്രിയപ്പെട്ടവരെ, ആ വലിയ സുബോധത്തിലേക്ക് നാം കടന്നു വരേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി നമുക്ക് കാതോർക്കാം. നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് സമർപ്പണത്തെക്കുറിച്ചാണ്. സമർപ്പണം. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 12-13 വാക്യം നാം വായിക്കുമ്പോൾ 2 സമർപ്പണങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നു. ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന 2 സമർപ്പണങ്ങൾ. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 12-13 വാക്യം. ആദ്യത്തെ സമർപ്പണം മനുഷ്യൻ അറിഞ്ഞുകൊണ്ടെടുക്കുന്നതല്ല. രണ്ടാമത്തെ സമർപ്പണം നാം ഓരോരുത്തരും അറിഞ്ഞുകൊണ്ടെടുക്കേണ്ടതായ സമർപ്പണമാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. പാപം നിങ്ങളുടെ ശരീരത്തിൽ അതിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നു. പാപ സ്വഭാവം മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ നാവിലൂടെ ആയാലും അവൻ്റെ അവയവങ്ങളിലൂടെ ആയാലും അവൻ്റെ ഹൃദയത്തിലൂടെ ആയാലും, പ്രിയപ്പെട്ടവരെ, അവൻ്റെ ഏത് പ്രവർത്തനത്തിലൂടെയും പാപം അതിൻ്റെ ശക്തി ഈ ലോകത്തെ വെളിപ്പെടുത്തുന്നു. ഏത് മനുഷ്യൻ്റെയും അവയവങ്ങളിലൂടെ പാപം, അതിൻ്റെ പിശാച് അതിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നു. അതിൻ്റെ കാരണം എന്താണ്? നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ചെയ്തിരിക്കുന്നതായ ഒരു സമർപ്പണമാണ് അവൻ്റെ അവയവങ്ങളെ പാപത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതറിയാതെ തന്നെ വന്നിരിക്കുന്ന ഒരു സമർപ്പണമാണ്. ആദാമിൻ്റെയും ഹവ്വായുടെയും വീഴ്ചയോടുകൂടി
മനുഷ്യജാതിയിലേക്ക്, എന്നേക്കും നിങ്ങളിലേക്കും വന്നു ചേർന്നിരിക്കുന്നതായ ഒരു സമർപ്പണമാണ് നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ഓരോ ഇച്ഛകളും, നമ്മുടെ നാവും എല്ലാം പാപത്തിലേക്കുള്ളതായ പാപം വെളിപ്പെടുത്തുന്ന ഒരവയവങ്ങളാണ്. അതാണ് പിശാചിനോട് പറഞ്ഞിരിക്കുന്നത് സമർപ്പണം. ഞാനോ നിങ്ങളോ പറഞ്ഞിട്ടല്ല അത്. അങ്ങനെ ഒരു സമർപ്പണം പറഞ്ഞതായി നിങ്ങളാരും ഓർക്കുന്നില്ല. പക്ഷേ പിശാചിനറിയാം അതങ്ങനെയാണെന്ന്. നമുക്കറിയാം, ആ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് പോലെ ആ ചൂണ്ടയിൽ കൊടുത്തിടുന്ന ആ ഇരയെ കണ്ട് മീൻ വിചാരിക്കും അത് ഭക്ഷണമാണെന്ന് വിചാരിക്കും. അങ്ങനെയാണ് ചൂണ്ടയിൽ മീൻ കൊത്തുന്നത്. അല്ലെങ്കിൽ എലിക്കണി വെച്ച് എലിയെ പിടിക്കും. പ്രിയപ്പെട്ടവരെ, ആ എലിക്കണിയുടെ അകത്തിരിക്കുന്ന ആ തീറ്റ സാധനം തിന്നാൻ വേണ്ടിയാണ് എലി വരുന്നത്. അത് കെണിയിൽപ്പെടുന്നത് പോലെ പിശാചിൻ്റെ കെണിയിൽ മനുഷ്യൻ പെട്ടിട്ട്, പിശാച് മനുഷ്യനെ കെണിയിൽ പെട്ടിട്ട് അവൻ്റെ അവയവങ്ങളെ പിശാച് ഉപയോഗിക്കുന്നു. അതാണ് സമർപ്പണം. അറിയാതെ തന്നെ മനുഷ്യരായി നാം അങ്ങനെ ഒരു സമർപ്പണം നമ്മളിലുണ്ട്. പ്രിയപ്പെട്ടവർ, അധികം പേരും അറിയുന്നില്ല അത്. പിശാചിന് നമ്മുടെ കണ്ണിനെ ഉപയോഗിക്കാം, നമ്മുടെ നാവിനെ ഉപയോഗിക്കാം, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കാം, നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കാം, നമ്മുടെ പണം ഉപയോഗിക്കാം, നമ്മുടെ കുടുംബജീവിതത്തെ ഉപയോഗിക്കാം, നമ്മുടെ സകല കാര്യങ്ങളും പിശാചിന് ഉപയോഗിക്കാം. അങ്ങനെയുള്ളതായ ഒരു സമർപ്പണം മനുഷ്യരുടെ ഉള്ളിൽ അറിയാതെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ രണ്ടാമത്തെ സമർപ്പണം ഏതാണ്? നാം എടുക്കേണ്ട സമർപ്പണം ഏതാണ്? അതാണ് അടുത്ത വാക്യം. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. പ്രിയപ്പെട്ടവരെ, അതേ അവയവങ്ങളെ, പാപം ചെയ്തുകൊണ്ടിരുന്നതായ അതേ അവയവങ്ങളെ, അതേ കണ്ണിനെ, അതേ നാവിനെ, അതേ ഇന്ദ്രിയത്തെ, അതേ ശരീരത്തെ ഇന്നു മുതൽ കർത്താവായ യേശുവിന് വേണ്ടി പ്രിയപ്പെട്ടവരെ നാം വിശുദ്ധിയുടെ, നീതിയുടെ ആയുധങ്ങളായി സ്നേഹത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും കുടുംബത്തിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടിയും കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയും പ്രിയപ്പെട്ടവരെ പഠിക്കാൻ വേണ്ടിയും ബുദ്ധിയോടെ പെരുമാറാൻ വേണ്ടിയും പാപം ചെയ്തുകൊണ്ടിരുന്നതായ ശരീരത്തെ പാപം ചെയ്യാത്ത വിശുദ്ധ ജീവിതമുള്ള, സ്നേഹമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി നാം സമർപ്പിക്കുക. സമർപ്പണം വേദപുസ്തകത്തിലെ അടിസ്ഥാനപരമായൊരു പഠിപ്പിക്കലാണ് സമർപ്പണം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നേർച്ച നേരുക എന്നൊക്കെ നമ്മൾ സാധാരണയൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ പാരമ്പര്യ ക്രിസ്ത്യാനികളായി നാം അറിയാതെയൊക്കെ കേട്ടിട്ടുണ്ട് നേർച്ച നേരുക. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് തന്നെയാണത്. പക്ഷേ നാം നേർച്ച നേരുന്നത് ഏതെങ്കിലും ദേവാലയത്തിലേക്ക് കണ്ടു കാഴ്ചകളോ, അല്ലെങ്കിൽ കുറച്ച് പണമോ, അല്ലെങ്കിൽ ഒരു പെരുന്നാളേറ്റ് കഴിക്കലോ, അല്ലെങ്കിൽ ഒരു തീർത്ഥാടനത്തിൽ നടന്നു പോകാമെന്നോ, ഇതൊക്കെയാണ് നമ്മുടെ നേർച്ചയെന്ന് പറയുന്നത്. എന്നാൽ വേദപുസ്തകം പറയുന്നത് അതല്ല വിലയുള്ള നേർച്ചയെന്ന് പറയുന്നത്. വിലയുള്ള സമർപ്പണം എന്ന് പറയുന്നത് നമ്മുടെ അവയവങ്ങളെ ആരുപയോഗിക്കുമെന്നുള്ളതാണ്. എൻ്റെ കണ്ണിനെ പിശാച് ഉപയോഗിക്കുമോ യേശുക്രിസ്തു ഉപയോഗിക്കുമോ? എൻ്റെ നാവ് പിശാചിന് പ്രയോജനപ്പെടുമോ അതോ ദൈവത്തിന് പ്രയോജനപ്പെടുമോ? എൻ്റെ ബുദ്ധി പിശാചിന് പ്രയോജനപ്പെടുമോ അതോ യേശുക്രിസ്തുവിന് പ്രയോജനപ്പെടുമോ? എൻ്റെ കുടുംബജീവിതം പിശാചിനുള്ളതാണോ അതോ യേശുവിനുള്ളതാണോ? പ്രിയപ്പെട്ടവരെ, അതാണ് നാം എടുക്കേണ്ടതായ വിലയേറിയ സമർപ്പണമെന്ന് പറയുന്നത്. സമർപ്പണമെന്ന് പറയുന്നത് അതിന് വേറൊരു പേരുണ്ട്, പർവ്വതമെന്നും. 30-ാമത്തെ സങ്കീർത്തനം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദാവീദ് പറയുന്നുണ്ട്, യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ എന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, ദാവീദ് തൻ്റെ സമർപ്പണത്തെ പർവ്വതമെന്നാണ് വിളിക്കുന്നത്. എന്നുവെച്ചാൽ പർവ്വതം ഉറച്ചു നിൽക്കുന്നതാണ്. പർവ്വതത്തിൻ്റെ പ്രത്യേകത വേറെ ഒന്നുമല്ല, അത് ഉറച്ചു നിൽക്കും. അത് നമ്മളൊക്കെ കാണുന്നതിന് മുമ്പേ ഉള്ള പർവ്വതം ഇപ്പോഴും ഉണ്ട്. ലോകത്തിൻ്റെ ആരംഭം മുതലുള്ളതായ പർവ്വതം ഇപ്പോഴും ഉണ്ട്. അതുപോലെ നമ്മുടെ സമർപ്പണം ഉറച്ചു നിൽക്കുന്നതായിരിക്കണം. നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി, നീ നിൻ്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി എന്നാണ് ദാവീദ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കാരണം ദൈവം മനുഷ്യൻ്റെ നേരെ മുഖം തിരിക്കുന്ന കാലമുണ്ട്. അവൻ്റെ സമർപ്പണത്തിൽ നിന്ന് മനുഷ്യൻ മാറുമ്പോൾ, മനുഷ്യൻ പാപത്തിലേക്ക് പോകുമ്പോൾ ദൈവം, അവനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം മുഖമൊന്ന് മറച്ചു പിടിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ മക്കൾ ബീഡി വലിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ അപ്പൻ്റെ നേരെ വന്ന് കണ്ടാൽ മകനല്ല മാറണത്, അപ്പനകം മുഖം തിരിച്ചു പിടിക്കും.
കാരണം ബീഡി വലിക്കണ അപ്പനെ മോനെ കാണാൻ ഒരപ്പനും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അപ്പനങ്ങ് മുഖം തിരിക്കും, മകൻ ബീഡി വലിച്ചുകൊണ്ടങ്ങ് പോവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ മക്കളാവുന്ന നാം, മനുഷ്യരായ നാം പാപം ചെയ്യുമ്പോൾ അത് കണ്ട് വേദനിക്കുന്ന ദൈവം അത് കാണാതിരിക്കാൻ വേണ്ടി ആ മുഖം അങ്ങ് തിരിക്കും. ദാവീദ് പറയുകയാണ്, നീ അങ്ങ് മുഖം തിരിച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി എന്ന്. പ്രിയപ്പെട്ടവരെ, കൃപയാൽ നീ എൻ്റെ പ്രവൃത്തിയെ ഉറച്ച് നിൽക്കുമാറാക്കി. വീണു പോകാവുന്ന സാഹചര്യങ്ങൾ വന്നു, പക്ഷേ ജീവിതാവസാനത്തിലേക്ക് വന്നപ്പോൾ ആ സമർപ്പണം ഉറച്ചു നിന്നു എന്നാണ് ദാവീദ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തെങ്കിലും സമർപ്പണം എടുത്തിട്ടുണ്ടോ? ജീവനുള്ള ദൈവത്തോട് ഞാൻ ഇങ്ങനെ ജീവിക്കും, എൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് നിങ്ങൾ ദൈവത്തോട് എന്തെങ്കിലും ഉടമ്പടി പറഞ്ഞിട്ടുണ്ടോ? സ്വഭാവത്തെ സംബന്ധിച്ചൊരു ഉടമ്പടി യോബിനറിയാം. കണ്ണുമായിട്ട് അവൻ ഉടമ്പടി ചെയ്തു ദൈവത്തോട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ അവയവങ്ങളുമായി ഉടമ്പടിയുണ്ടോ? എൻ്റെ അവയവങ്ങളെ പിശാച് ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ശരീരം പിശാചിൻ്റെ പണിപ്പറിയാകാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ അവയവങ്ങളെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ ജീവിതത്തിലെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് സുവിശേഷത്തിൻ്റെ ശക്തി. സുവിശേഷം എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനം അത് ജീവനും ചൈതന്യമുള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതായി, മനുഷ്യൻ്റെ അസ്ഥിയെ തുളച്ചു ചെല്ലുന്നതായ മനുഷ്യൻ്റെ ആ ഇന്ദ്രിയങ്ങളുടെ അകത്തേക്ക് എന്നിട്ട് അതിനെ വിവേചിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഈ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭിത്തികളെ തുളച്ച് നിങ്ങളുടെ തലച്ചോറിനകത്തേക്ക് എന്നിട്ട് നിങ്ങളുടെ സന്ധിപഞ്ഞകളെ വേർപിടിച്ചിട്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള നിരൂപണങ്ങളെ പോലും അത് വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, സമർപ്പണം. ദാവീദിന് ഒരു സമർപ്പണം ഉണ്ടായിരുന്നു. ദാവീദിൻ്റെ സമർപ്പണമാണ് 132 സങ്കീർത്തനം. ആദ്യത്തെ 5 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ദാവീദ് ഏത് സാഹചര്യത്തിലാണ് സമർപ്പണം എടുത്തത്, ആ സമർപ്പണം എന്തായിരുന്നുവെന്ന്. യഹോവേ, ദാവീദിനെയും അവന്റെ സകല കഷ്ടതയെയും ഓർക്കണമേ. അവൻ യഹോവയോട് സത്യം ചെയ്തു, യാക്കോബിന്റെ വല്ലഭന് നേർന്നത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലം, യാക്കോബിന്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കുകയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ഞാൻ എൻ്റെ കണ്ണിനുറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. കഷ്ടകാലമാണ് എപ്പോഴും സമർപ്പണം എടുക്കാനുള്ള മനുഷ്യർക്ക് സ്വാഭാവികമായും അതിന് പ്രയോജനം കിട്ടുന്ന സമയം കഷ്ടകാലമാണ്. ദൈവത്തിലെ, നിങ്ങൾ കഷ്ടകാലത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണോ? രോഗത്തിലൂടെ കടന്നു പോകുന്ന ആളാണോ? കുടുംബകലഹത്തിലൂടെ കടന്നു പോകുന്ന ആളാണോ? ഭിന്നതയേറിയ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളാണോ? മക്കളെ സംബന്ധിച്ചുള്ള വേദനയോടെ, ദാരിദ്ര്യത്തിലൂടെ, ബിസിനസ്സിൻ്റെ തകർച്ചയിലൂടെ കടന്നു പോകുന്ന ആളാണോ? കുടുംബജീവിതം തകർന്നിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പാപം ചെയ്ത് പാപത്തിൻ്റെ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ? അതാണ് മനുഷ്യൻ്റെ കഷ്ടകാലം എന്ന് പറയുന്നത്. ആ കഷ്ടകാലത്താണ് മനുഷ്യൻ ദൈവത്തോട് സമർപ്പണം പറയേണ്ടത്. പ്രിയപ്പെട്ടവരെ, ദാവീദ് അവൻ്റെ കഷ്ടകാലത്ത് ഒരു സമർപ്പണം എടുത്തു. ആ സമർപ്പണമായിരുന്നു നാം വായിച്ചത്. എന്താണ് സമർപ്പണം? അത്യുന്നതൻ്റെ ഒരു നിവാസം കണ്ടെത്തുന്നവരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കിടക്കുകയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയില്ല, ഞാൻ ഒരലസനായി ജീവിക്കുകയില്ല. അവിടെയാണ്, കഷ്ടകാലത്താണ് പലപ്പോഴും അനേകരുടെ സമർപ്പണത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. രോഗത്തിൻ്റെ കാലത്ത്, കെടുതിയുടെ കാലത്ത്, വിവാഹം നടക്കാത്ത കാലത്ത്, പാപച്ചിളിയിൽ വീണു കഴിഞ്ഞ കാലത്ത്, ഭാവി അടഞ്ഞുപോയ കാലത്ത്, കൂമ്പടഞ്ഞുപോയ കാലത്താണ് അനേകരും സമർപ്പണങ്ങൾ എടുക്കുന്നത്. ഇനി തിരുവചനം കേൾക്കുന്ന നിങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്നവരും ഈ വഴി സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ് വഴിയെല്ലാം ഇത് കേൾക്കുന്നവരും, നിങ്ങളുടെ കഷ്ടകാലം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. കഷ്ടകാലം എന്തിനു പ്രയോജനപ്പെടുത്താം? കർത്താവിനോട് സമർപ്പണം പറയാൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ദാവീദന്റെ കഷ്ടകാലത്ത് ദൈവത്തിനോട് നേർച്ച നേർന്നു. തൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ നിവാസമാകണം. പ്രിയപ്പെട്ടവരെ, ദാവീദെന്ന് നേർന്നത് ദൈവത്തിനൊരാലയം ഉണ്ടാകണം. അതെന്താണെന്ന് നാം മനസ്സിലാക്കുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. എന്താണ് ദാവീദ് നേർന്ന നേർച്ചയുടെ വില എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി
നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഹല്ലേലൂയ. അതേ മക്കളെ, ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ നിന്ന് ദൈവം ഇന്ന് ആവശ്യപ്പെടുന്ന അതാണ്. നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ഈ യാഗമായി സമർപ്പിക്കുക. ഇന്ന് വരെ നിങ്ങളുടെ അവയവങ്ങൾ പാപത്തിന് ഉപയോഗിച്ചതായിരിക്കാം, മദ്യപാനത്തിന് ഉപയോഗിച്ചതായിരിക്കാം, അശുദ്ധമായ കാര്യത്തിന് ഉപയോഗിച്ചതായിരിക്കാം, അരുതാത്തത് പറയാൻ വേണ്ടി ഉപയോഗിച്ചതായിരിക്കാം, അരുതാത്തത് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചതായിരിക്കാം. പ്രിയപ്പെട്ടവരെ, വഞ്ചിക്കാനും ചതിക്കാനും ഏത് കാര്യത്തിന്, ഏത് മൃഗീയമായ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചതായിരിക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായൊരു കാര്യം, ബുദ്ധിയുള്ള ആരാധനയായി ബുദ്ധിയുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക. കർത്താവായ യേശുവിനോട് ഹൃദയം കൊണ്ടൊരു ഉടമ്പടി പറയുക. കർത്താവേ, ഈ അവയവങ്ങൾ ഇനി നിനക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കും. ഈ അവയവങ്ങൾ പഴയതിനില്ല, പഴയ പാപ സ്വഭാവത്തിനില്ല. എൻ്റെ കണ്ണും എൻ്റെ നാവും എല്ലാം പഴയ സ്വഭാവത്തിനില്ല എന്നുള്ളതായ ആ സമർപ്പണം, അതാണ് സമർപ്പണം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതാണ് സമർപ്പണം. അതാണ് മനുഷ്യനെ ഉയർത്തുന്നത്. സമർപ്പണമാണ് മനുഷ്യനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. പഴയ നിയമത്തിലെ യൗസേപ്പ് ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഒരു സമർപ്പണം ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ എൻ്റെ ശരീരം മലിനമായ ഒരു ലൈംഗിക വീഴ്ചയ്ക്ക് ഞാൻ ഉപയോഗിക്കില്ല. കുടുംബജീവിതത്തിന് ഉപയോഗിക്കാം, പക്ഷേ അരുതാത്തതിന് ഉപയോഗിക്കില്ല. ദൈവമക്കളെ, ഇന്നിതെല്ലാം നമ്മൾ ജോലി സ്ഥലത്തും എല്ലാ രംഗത്തും കാണുന്നതാണ് അവയവങ്ങളുടെ ദുർവിനിയോഗം. അശുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യനവൻ്റെ അവയവങ്ങളെ അപമാനിച്ചു കളയുന്നു. ശരീരം സുഖിക്കുമ്പോൾ ആത്മാവ് വേദനിക്കുന്നു എന്നുള്ളത് ഇന്ന് മനുഷ്യന് സുബോധമുള്ള കാര്യമല്ല. പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനിക്ക് അത് അറിയാൻ മേല, അവനോടാരും പറഞ്ഞു കൊടുക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരുത്തൻ അവൻ്റെ ശരീരം പാപം കൊണ്ട് സുഖിക്കുമ്പോൾ അവൻ്റെ അകത്തെ ആത്മാവ് പ്രാണവേദന കൊണ്ട് പിടയ്ക്കുകയാണ്. ഒരു കോഴിയുടെ കഴുത്തെ കത്തിവെച്ചാൽ അത് കിടന്ന് പിടയ്ക്കണം നിങ്ങൾ കണ്ടു കാണും. അതുപോലെ ഈ ശരീരം പാപം ചെയ്യുമ്പോൾ, മദ്യപിക്കുമ്പോൾ, അവിഹിതമായ വീഴ്ചയിലേക്ക് പോകുമ്പോൾ, അശുദ്ധമായതിൽ രസിക്കുമ്പോൾ അകത്തെ ആത്മാവ് കിടന്ന് പിടയ്ക്കുകയാണെന്നുള്ള വിവരം ഇന്ന് മനുഷ്യന് സുബോധത്തോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അറിവുകേട്. നിർഭാഗ്യവശാൽ അത് പറഞ്ഞു തരാനായിട്ട് സഭകളും നിന്ന് ഉപയോഗിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് സത്യമായ കൂട്ടായ്മയുടെ പ്രവർത്തനം നടക്കുന്നത്. ദാവീദ് അങ്ങനെ ഒരു സമർപ്പണം എടുത്തു. ദൈവമേ, ഞാൻ എൻ്റെ ദൈവത്തിനൊരു ആലയം പണിയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് ആദ്യം എടുക്കേണ്ട സമർപ്പണം അതാണ്. ദൈവത്തിന് അനുസരിക്കുമെന്നുള്ള സമർപ്പണം. അതാണ് ഏറ്റവും എളുപ്പമുള്ള സമർപ്പണം. ദൈവത്തിൻ്റെ വചനം എന്താണോ അത് ഞാൻ അനുസരിക്കും. ദൈവത്തിൻ്റെ വചനം എന്നോട് എന്ത് പറയുന്നുവോ അത് ഞാൻ അനുസരിക്കും. ദൈവത്തിൻ്റെ സത്യവചനത്തിൽ എന്ത് എഴുതിയിട്ടുണ്ടോ അത് ഞാൻ അനുസരിക്കും. പ്രിയപ്പെട്ടവരെ, അനുസരിക്കാൻ ഒരു കുഞ്ഞ് തുടങ്ങിയാൽ ആ കുഞ്ഞിൻ്റെ ഭാവി ഉയരും. ഒരു പഠിക്കുന്ന വിദ്യാർത്ഥി അനുസരിക്കാൻ തീരുമാനിച്ചാൽ അവൻ്റെ വിദ്യാഭ്യാസത്തിൽ അവൻ ഉയരും, അവൻ്റെ ജോലിയിൽ അവൻ ഉയരും, അവൻ്റെ കുടുംബത്തിലേക്ക് ഐശ്വര്യം വരും. ദാവീദ് സമർപ്പണമെടുത്തു. വീണ്ടും ദാവീദ് അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കേൾക്കാം, ദാവീദ് സമർപ്പണം എടുത്തപ്പോൾ ദാവീദിന് വേണ്ടി ദൈവവും സമർപ്പണം എടുത്തു. അതാണ് സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ മാധുര്യം എന്ന് പറയുന്നത്. ദൈവമക്കളെ, നാം ഒരു സമർപ്പണം എടുക്കുമ്പോൾ നമുക്ക് വേണ്ടി, നമ്മളെ ഉയർത്താൻ വേണ്ടി ദൈവം ഒരു സമർപ്പണം എടുക്കും. ദാവീദ് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ സമർപ്പണം എടുത്തപ്പോൾ ദാവീദിന് വേണ്ടി ദൈവം ഒരു സമർപ്പണം എടുത്തു. അതിൻ്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. നിന്റെ ദാസനായ ദാവീദിൻ നിമിത്തം നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ തിരിച്ചു കളയരുതേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം പാടാറുണ്ടല്ലോ, നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിൻദാസൻ ദാവീദിൻ മൂലം. ദൈവം മറുപടി കൊടുത്തു, നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലോയ എന്നെ അമർത്തേയും ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയെയും. പ്രിയപ്പെട്ടവർ, അത് തന്നെയാണ് ദാവീദ് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? 10-ാമത്തെ വാക്യം വായിക്കാം. നിന്റെ ദാസനായ ദാവീദിൻ നിമിത്തം നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ തിരിച്ചു കളയരുതേ. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, അഭിഷിക്തനായ ദാവീദിന് എനിക്ക് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്, എനിക്ക് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതുമൂലം എൻ്റെ തലമുറയ്ക്ക് കേടുവരരുത് എന്ന്, എൻ്റെ മക്കൾക്ക് കേടുവരരുത് എന്ന്.
പ്രിയപ്പെട്ടവരെ, സമർപ്പണം എടുക്കുമ്പോഴുള്ള അനുഗ്രഹം അതാണ്. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി വിലയുള്ള പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. സ്വന്തം പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പനമ്മമാർ ധാരാളമുണ്ട്. കുഞ്ഞിൻ്റെ പരീക്ഷ ജയിക്കണം, കുഞ്ഞിൻ്റെ രോഗം മാറ്റണം, ഒരു കുഞ്ഞിനെ കൊടുക്കണം, വിവാഹം നടക്കണം, ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ധാരാളം അപ്പനമ്മമാരുണ്ട്. പക്ഷേ അവരും ദാവീദും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദാവീദ് അവൻ്റെ പാപം ഏറ്റുപറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവേ, എൻ്റെ ഒരു പാപം മൂലം എൻ്റെ തലമുറയ്ക്ക് ഒരു കേടുവരരുതേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം എന്താണ് മറുപടി പറഞ്ഞത്? അതിൻ്റെ വാക്യം വായിക്കാം, 11-12 വാക്യം വായിക്കാം. ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നും നിന്റെ മക്കൾ എൻ്റെ നിയമത്തെയും ഞാൻ അവർക്ക് ഉപദേശിച്ച സാക്ഷ്യത്തെയും പ്രമാണിക്കുമെങ്കിൽ അവരുടെ മക്കളും എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്നും യഹോവ ദാവീദിനോട് ആണയിട്ടു. സത്യം. പ്രിയപ്പെട്ടവരെ, ദാവീദിനോട് ദൈവം ആണയിട്ടു. ദൈവം ആണയിട്ടു. ദൈവം സമർപ്പണം എടുത്തു. ആണയിട്ട് ദൈവം തന്നെ കൊണ്ട് തന്നെ ആണയിടുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം സമർപ്പണമെടുത്തു. ഈ ദാവീദിൻ്റെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, ആരെല്ലാം സമർപ്പണമെടുക്കാനായിട്ട് തയ്യാറാകുന്നുണ്ട്? ജീവനുള്ള ദൈവത്തിന് വേണ്ടി എൻ്റെ ഭാര്യയുടെ ഹൃദയം തണുപ്പിക്കും, ഭർത്താവിൻ്റെ ഹൃദയം ഞാൻ തണുപ്പിക്കും, എൻ്റെ മാതാപിതാക്കന്മാരുടെ ഹൃദയം ഞാൻ തണുപ്പിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, സ്നേഹത്തിൻ്റെ അധിപതി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആരെല്ലാം ക്രൂശിലേക്ക് നോക്കുന്നുണ്ട്, ആ കുരിശൻ്റെ ഉടമസ്ഥനെ ആര് കാണുന്നുണ്ട്, ആരെല്ലാം ക്രിസ്തുവിനോട് സമർപ്പണം പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നീ ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനം കേട്ടല്ലോ, രക്ഷിതാവ് നിന്നിൽ കൂടെ പ്രവർത്തിച്ചല്ലോ. പ്രിയപ്പെട്ടവരെ, ആരുണ്ട് സമർപ്പണം എടുക്കാനായിട്ട്? ആരുണ്ട് തീരുമാനമെടുക്കാനുള്ളവരായിട്ട്? അവർക്ക് വേണ്ടിയാണ് ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവർക്ക് ദൈവത്തെ സ്തുതിക്കാം, അവർക്ക് ദൈവത്തിന് ഹല്ലേലൂയ പറയാം, അവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നിന്റെ കുടുംബകാര്യം ഏറ്റെടുക്കും, നിന്റെ ആരോഗ്യകാര്യം ഏറ്റെടുക്കും, നിന്റെ മക്കളുടെ കാര്യം ഏറ്റെടുക്കും, നിന്റെ ഭാവി കാര്യം ഏറ്റെടുക്കും. നീ ഒരു കാര്യം തീരുമാനിച്ചാൽ മതി, ഞാൻ ദൈവത്തെ അനുസരിക്കും, എനിക്ക് ഭാരമില്ല, എനിക്ക് പ്രയാസമില്ല, ഞാൻ ഹൃദയത്തെ തണുപ്പിക്കുന്നവനായി മാറും. ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കും, ഞാൻ ദൈവത്തിൻ്റെ ഹൃദയത്തെ തണുപ്പിക്കും. ഞാൻ യേശുവിൻ്റെ മുമ്പാകെ എൻ്റെ സമർപ്പണം പറയുന്നുവെന്ന് തീരുമാനമുള്ളവർക്ക് കരങ്ങളുയർത്തി അവനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ? സമർപ്പണം എടുക്കാൻ ആരുണ്ട്? ഈ അവയവം പാപത്തിനുള്ളതല്ല, ഈ അവയവം ഇനി പാപത്തിനുള്ളതല്ല, ഈ അവയവം ഇനി പാപത്തിനുള്ളതല്ല. ഇത് വിശുദ്ധിക്ക് വേണ്ടിയുള്ളതാണ്, ഇത് ഹൃദയത്തെ തണുപ്പിക്കാനുള്ളതാണ്, എൻ്റെ കുടുംബാംഗങ്ങളെ ചൂടാക്കാനുള്ളതല്ല, ചൂടുപിടിപ്പിക്കാനുള്ളതല്ല, എരിവുള്ള വർത്തമാനം പറയാനുള്ളതല്ല, കോപിക്കാനുള്ളതല്ല. എൻ്റെ കൂടെ ജീവിക്കുന്നവരുടെ ഹൃദയത്തെ ഞാൻ തണുപ്പിക്കും. ഞാൻ ദൈവത്തിൻ്റെ വേലക്കാരനായി തീരും. ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്താൽ എൻ്റെ കാര്യം ദൈവം നോക്കും, എൻ്റെ മക്കളുടെ കാര്യം ദൈവം നോക്കും. ദൈവവേലക്കാരനായി തീരാം, ദൈവത്തിൻ്റെ വേല ചെയ്യാം, ദൈവത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. അവൻ ആകാശമേഘങ്ങളിൽ രണ്ടാമത് വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമുക്കവനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തീരുമാനമുള്ളവർക്ക്, സമർപ്പണമുള്ളവർക്ക് അവനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, സമർപ്പണത്തിൻ്റെ വില മനസ്സിലാക്കി കൊടുത്ത ദൈവമേ, ഈ മക്കൾ സമർപ്പണം എടുക്കണമേ. അവരുടെ അവയവങ്ങൾ ഇനി പാപത്തിനുള്ളതല്ല, അവരുടെ കുടുംബജീവിതം ഇനി ചൂട് ഹൃദയത്തെ കലക്കാനുള്ളതല്ല, കുടുംബത്തിലുള്ളവരുടെ ഹൃദയത്തെ തണുപ്പിക്കാനുള്ളതാണ്. കർത്താവേ, അവർ ദൈവത്തിൻ്റെ വേലക്കാരായി തീരുമാനിച്ചിരിക്കുന്നു. നീ അവരുടെ കാര്യം ഏറ്റെടുക്കണമേ. ക്രൂശിൽ മരിച്ചവനായ യേശുവേ, രണ്ടാമത്തെ വരവിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ ഭാഗ്യം തരണമെന്ന് യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ.